ജൂതന്മാരുടെ സെമിത്തേരി കാണാം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ അങ്ങോട്ട് നടന്നത്. വഴിയിൽ ശിലാഫലകം ഈ വഴിയിലേക്ക് ആരോ കാണിച്ചിരുന്നു. അതുപ്രകാരം ഞാൻ അവിടെ എത്തി. പക്ഷേ നിരാശാജനകമായിരുന്നു കാര്യങ്ങൾ. ഗൻഷാം ഗാർഡൻ ഓഫ് പീസ്, അതായത് സമാധാനത്തിൻ്റെ പൂന്തോട്ടം എന്ന പേരുള്ള ഈ സെമിത്തേരി ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്. അതിനു മുൻപിൽ ഒരു ശിലാഫലകം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ദിസ് കോമ്പൗണ്ട് വാൾ ആൻഡ് ദ ഷെഡ് ഇൻസൈഡ് എറക്റ്റഡ് ബൈ ജേക്കബ് ഹൈ എഫ്രൈം കോഹൻ ടു ദ മെമ്മറി ഓഫ് ഹിസ് ഫാദർ മിസ്റ്റർ എഫ്രൈം ജേക്കബ് ഡാനിയൽ ഓഹൻ ആൻഡ് ഹിസ് സിസ്റ്റർ മിരിയം, മേ ദെയർ സോൾ റെസ്റ്റ് ഇൻ പീസ്. അതായത് ഈ ചുറ്റുമതിൽ കെട്ടി ഈ സംരക്ഷിച്ചിരിക്കുന്ന ഈ ശവകുടീരങ്ങൾ അത് ഒരു സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ കരുതിയത് ധാരാളം ശവകുടീരങ്ങളുള്ളൊരു സെമിത്തേരി സാധാരണ നമ്മൾ കാണാറുള്ളത് പോലെ ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ലായിരുന്നു. ഉള്ളിലേക്ക് പ്രവേശനവും ഇല്ല. അപ്പോൾ ഞാൻ ഗേറ്റിന് പുറത്തു നിന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ക്യാമറ ചലിപ്പിച്ചു. കുറച്ച് അകലായിട്ട് ശവകുടീരം കാണാം, പക്ഷെ അത് പൂർണ്ണമായിട്ട് വ്യക്തമല്ല. ഇതിൽ നിന്നും മനസ്സിലാവുന്ന 2 ശവകുടീരങ്ങൾ അവിടെ ഉണ്ട് എന്നാണ്. ഒരു അപ്പൻ്റെയും മകളുടെയും ശവകുടീരങ്ങളാണ് ആ പുറത്ത് വായിച്ച ശിലാഫലകത്തിൽ നിന്ന് മനസ്സിലായത്. ജൂസ് സെമിത്തേരി എന്ന് എഴുതി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒരു സെമിത്തേരി കാണാൻ കഴിഞ്ഞില്ല. അതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിരാശാജനകമായിരുന്നു ആ യാത്ര. ഞാൻ മടക്കം വീണ്ടും കൊച്ചിയിലേക്ക് വന്നു.